എന്തായാലും വിസ്മയ കേസുമായി ബന്ധപ്പെട്ട് പ്രതി കിരൺ കുമാറിന് അനുവദിക്കുന്നു. നിലവിൽ പരോളിലായ കിരൺ കുമാറിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്തായാലും ഇതിൽ ഹൈക്കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കും വരെയാണ് ഇപ്പോൾ ഈ ജാമ്യം അനുവദിക്കുന്നത്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിലെ പ്രതി കിരൺ കുമാറിന് ജാമ്യം. കിരൺ കുമാറിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനം വരും വരെയാണ് ജാമ്യം അനുവദിച്ചത്. ജനുവരി 9 ഇത് സംബന്ധിച്ചുള്ള ഹർജിയുമായി കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ ഈ ഒരു ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരുന്നു. അതിൽ ശിക്ഷാവിധിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയോ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം കിരൺകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു നടപടി ഇപ്പോൾ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നുള്ള ആവശ്യം അത് അംഗീകരിച്ചിരിക്കുന്നു. ഹൈക്കോടതി നടപടികൾ വരെ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. കിരൺകുമാറിനെ സംബന്ധിച്ചത് ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ്. നമുക്കറിയാം 2022 മെയ് 24 വിസ്മയ കേസിൽ കിരൺകുമാർ പ്രതിയാണ് എന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. 10 വർഷം കഠിന തടവിനും ഒപ്പം തന്നെ 12.5 ലക്ഷം രൂപ പിഴയടക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തത്. 2021 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് സ്ത്രീധന പീഡനം ഒപ്പം തന്നെ ആത്മഹത്യാ പ്രേരണം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു കേസിൽ സുപ്രധാന വിധി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനെ തുടർന്നാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ കിരൺകുമാർ തീരുമാനിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ഈ ഒരു വാദം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ അദ്ദേഹം സമീപിക്കുകയും ചെയ്തത്. അതാണിപ്പോൾ സുപ്രീം കോടതി അംഗീകരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധി വരുന്നത് വരെ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരുന്നത് വരെ നിലവിലെ സാഹചര്യത്തിൽ ശിക്ഷാവിധി മരവിപ്പിക്കുന്നു. അതുവരെ ജാമ്യത്തിൽ തുടരാമെന്നുള്ള അനുമതിയാണ് ഇപ്പോൾ കിരൺകുമാറിന് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇദ്ദേഹം പരോളിലാണ് കഴിയുന്നത്. അതായത് 2024 ഡിസംബർ 30 30 ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ജയിൽ വകുപ്പ് അത് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതാണിപ്പോൾ ഇനി ദീർഘകാലത്തോളം, അതായത് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നവരെ അല്ലെങ്കിൽ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് എന്നാണോ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് അതുവരെ ജാമ്യത്തിൽ തുടരാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ വിധിയിൽ വിസ്മയുടെ കുടുംബം പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വിചിത്രമായ വിധിയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെ കോടതി സമീപിക്കാനുള്ള ഒരു നീക്കമാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്.